സ്വാഗതം ശ്രീ ഹമീദ് ചന്ദമംഗലൂർ. ഈ ലോകം മുഴുവൻ ന്യൂനപക്ഷം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കഴിഞ്ഞ ദിവസം ഈ RSSന്റെ മേധാവി മോഹൻ ഭാഗവത് RSSന്റെ വേദിയിൽ തന്നെ ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് ഇന്ത്യയിൽ ഇനി ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്നുള്ള ഒരു വേർതിരിവില്ല, അമ്പലത്തിൻ്റെയും പള്ളിയുടെയും കാര്യത്തിൽ ഇനി ഒരു തർക്കം ഇല്ല. ഈ സന്ദേശം എന്താണ് നൽകുന്നത്? അമ്പലത്തിൻ്റെയും പള്ളിയുടെയും കാര്യത്തിൽ അല്ലെങ്കിൽ ദേവാലയങ്ങളുടെ കാര്യത്തിൽ ഇനി ഒരു തർക്കം വേണ്ട എന്നത് ഒരു നല്ല തീരുമാനമാണ്. മോഹൻ ഭാഗവതിൻ്റെ ആ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ സംഘടനയും അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ തന്നെ രാഷ്ട്രീയ ഹസ്തമായ BJPയും അതുപോലെ മറ്റ് പരിവാർ സംഘടനകളും സ്വീകരിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എന്ന ഒന്നില്ല, അങ്ങനെ ഒരു വേർതിരിവില്ല എന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിൻ്റെ തന്നെ കാഴ്ചപ്പാടാണ്. ഹിന്ദുമതത്തിൻ്റെ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ചിന്താഗതികളുണ്ട്, ചിന്താധാരകളുണ്ട്. അതിലൊരു ചിന്താധാരയാണല്ലോ അദ്വൈതവാദം. ഈ അദ്വൈതവാദം അനുസരിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഒരിടത്തും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉണ്ടാവുക സാധ്യമല്ല. കാരണം അദ്വൈത സിദ്ധാന്ത പ്രകാരം അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, തത് ത്വം അസി, നീയും അത് തന്നെ. അതാണല്ലോ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ കാതൽ. അതായത് ബ്രഹ്മം തന്നെയാണ് മനുഷ്യർ അല്ലെങ്കിൽ ഭൂമിയുള്ള എല്ലാം, പ്രപഞ്ചത്തിലുള്ള എല്ലാം ഈ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അംശങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളും അഹിന്ദുക്കളും ഒരേ ബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ ബ്രഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഇല്ല. ഇത് ലോകത്തിൻ്റെ കാര്യത്തിൽ ബാധകമാക്കിയാൽ ലോകത്തും പിന്നെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഇല്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ മതം ലോകത്തിൽ ക്രിസ്തു മതമാണ്. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 34% ക്രൈസ്തവരുണ്ട്. രണ്ടാമത്തെ വലിയ മതം ഇസ്ലാം മതമാണ്, ഏതാണ്ട് 23.5%. മൂന്നാമത്തെ വലിയ മതമാണ് ഹിന്ദു മതം, 15%. അപ്പോൾ ലോകത്തിൽ തന്നെ ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ വേർതിരിവില്ലാതാക്കാൻ കഴിയും. ഈ പറയുന്ന അദ്വൈത സിദ്ധാന്തം അതിൻ്റെ ആ രൂപത്തിൽ നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം വിടുക. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കാൻ RSS പോലുള്ള സംഘടനയും അതിനെ ഉപജീവിച്ചുകൊണ്ട് വളർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ ആ കാഴ്ചപ്പാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ആരാധനാലയങ്ങളെ സംബന്ധിച്ചുള്ള തർക്കമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ തർക്കം വന്നപ്പോൾ 1991 അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്, അന്നത്തെ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് 1991 എന്ന പേരിൽ. അതായത് ആരാധനാലയ നിയമം 1991 എന്നാണല്ലോ ആ ഒരു ആക്ടിൻ്റെ, ആ നിയമത്തിൻ്റെ പേര്. അതനുസരിച്ച് 1947 ഓഗസ്റ്റ് 15 മുമ്പ് ഇന്ത്യയിൽ നിലനിന്ന് പോന്നിട്ടുള്ള ദേവാലയങ്ങൾ അതിൻ്റെ സ്വഭാവം എന്താണോ അതിൻ്റെ സ്വഭാവത്തിൽ, അത് ഏത് ദേവാലയമായാലും, ഹിന്ദു ദേവാലയമായാലും മുസ്ലിം ദേവാലയമായാലും ക്രിസ്ത്യൻ ദേവാലയമായാലും അവയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്നാണ് ആ നിയമം അനുശാസിക്കുന്നത്. പക്ഷേ ഒരു എക്സംഷൻ കൊടുത്തു. 1991 ബാബരി മസ്ജിദ് രാമജന്മഭൂമി തർക്കം കേസ് നിലവിലുണ്ട്, അത് കോടതിയിലാണ്. അതുകൊണ്ട് അതിന് മാത്രം അത് ബാധകമല്ല എന്ന് പറഞ്ഞു. അതിന് കോടതി എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് അപ്പോൾ തീരുമാനമെടുക്കാം എന്ന കാഴ്ചപ്പാടാണ് സ്വീകരിക്കപ്പെട്ടത്. കോടതി 4-5 വർഷം മുമ്പ് തീരുമാനിച്ചു. അത് ഹിന്ദുക്കൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ട്രസ്റ്റിന് ആ സ്ഥലം കൈമാറാൻ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ അയോധ്യ നഗരത്തിൽ തന്നെ, നഗരത്തോട് അടുത്ത് തന്നെ മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ സ്ഥലം അവരുടെ ദേവാലയം ഉണ്ടാക്കാൻ കൊടുക്കാനും സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പുതിയ ദേവാലയങ്ങളുടെ പേരിൽ പഴയ ദേവാലയങ്ങളുടെ പേരിൽ പുതിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കേസ് വന്നുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് വാരാണസിയിലെ ക്ഷേത്രം, വാരാണസിയിലെ പള്ളി മുസ്ലിം പള്ളി ക്ഷേത്രം, അങ്ങനെ പറയണമല്ലോ. കാരണം ഒരു കൂട്ടർ പറയുന്നത് പള്ളിയാണെന്നാണ്, മറ്റേ കൂട്ടർ പറയുന്നത് അവിടെ ഹിന്ദു ദേവാലയം ഉണ്ടായിരുന്നു എന്നാണ്. അതുപോലെ മധുരയിലെ, ഉത്തർപ്രദേശിലെ സംഭലിലെ, ഇപ്പോൾ 3
അതെ. ക്ഷേത്രങ്ങളുടെ 3 ആരാധനാലയങ്ങളുടെ പേരിൽ ഇപ്പോൾ കേസ് പല കക്ഷികളും ചേർന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടായി, ഇനിയും ഇത്തരം കേസുകളുമായിട്ട് മുന്നോട്ട് വരാൻ പാടില്ല എന്ന് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി പറയുകയുണ്ടായി. കാരണം 91 ആരാധനാലയ നിയമം അനുസരിച്ച് 1947 ആഗസ്റ്റ് 15 എന്തായിരുന്നുവോ ബന്ധപ്പെട്ട ദേവാലയങ്ങളുടെ അവസ്ഥ, അതിൻ്റെ ക്യാരക്ടർ എന്തായിരുന്നു, അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന ആ ഒരു നിയമത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ മോഹൻ ഭാഗവത് ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരോട് പറയുകയും സ്വന്തം സംഘടനക്കാരോട് പറയുകയും അത് നടപ്പാക്കുകയും ചെയ്താൽ വളരെ നല്ല കാര്യമാണ്. ക്ഷേത്രങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പള്ളികളുടെ പേരിൽ ഉണ്ടാകുന്ന കലഹവും ആ കലഹത്തെ തുടർന്നുണ്ടാകുന്ന വർഗീയ ഹിംസയും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വ നിലപാടിൽ നിൽക്കുന്ന ഈ RSS അനുയായികൾക്കും BJP-യിലുള്ളവർക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നു? അത് സാധിക്കില്ല എന്നതാണല്ലോ ഏറ്റവും ഖേദകരമായ വസ്തുത. RSS-ൽ, അതുപോലെ BJP-യിൽ, വിശ്വ ഹിന്ദു പരിഷത്തിൽ, ശിവസേനയിൽ, അതുപോലെ ധാരാളം സംഘടനകളുണ്ടല്ലോ. അവർക്കൊന്നും ഒരുപക്ഷെ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. മോഹൻ ഭാഗവത് പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്ര ശതമാനം ആൾക്കാരുണ്ടാവും RSS എന്ന സംഘടനയിൽ? അതിൻ്റെ നേതൃനിരയിൽ എത്ര പേരുണ്ടാവും മോഹൻ ഭാഗവത് പറഞ്ഞത് അംഗീകരിക്കുന്നവർ ആയിട്ട്? അതുപോലെ BJP, നമ്മുടെ പ്രധാനമന്ത്രി പോലും ഒരു പക്ഷേ മോഹൻ ഭാഗവത് പറഞ്ഞ ഈ കാര്യം അംഗീകരിക്കും എന്ന് കരുതാൻ ന്യായമില്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറയുണ്ടായി ഇതിലല്ല, അതായത് പിന്നെ തുർക്കിയിലെ ഈ ഹാജിയ സോഫിയ എന്ന മ്യൂസിയമാക്കപ്പെട്ട ഒരു ദേവാലയത്തെ വീണ്ടും മുസ്ലിം ദേവാലയമാക്കി മാറ്റുന്നതിൽ എന്തായിരുന്നു ഉറുദുഖാൻ്റെ താല്പര്യം? അദ്ദേഹത്തിന് ആ ഇസ്ലാമികമായിട്ടുള്ള വികാരം കത്തിജ്വലിപ്പിക്കണം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രാജ്യമായ തുർക്കിയും മറ്റൊരു രാജ്യമായ സൗദി അറേബ്യയും തമ്മിൽ ഒരു റിഫ്റ്റുണ്ട്. രണ്ടും സുന്നി മുസ്ലിം രാഷ്ട്രങ്ങളാണ്. ഈ സുന്നി മുസ്ലിം രാഷ്ട്രങ്ങളായ സൗദി അറേബ്യയാണോ അതോ തുർക്കിയാണോ ഏറ്റവും പ്രബലം? ആരാണ് സുന്നി മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രം, ഏറ്റവും ശക്തമായ രാഷ്ട്രം? അല്ലെങ്കിൽ ആരാണ് ഈ സുന്നി മുസ്ലിം ലോകത്തിൻ്റെ നേതാവായിട്ട് നിൽക്കേണ്ടത് രാഷ്ട്രമെന്ന നിലയിൽ? ആ തർക്കമുണ്ട്. അതൊക്കെ ഇത്തരം വികാരം കത്തിജ്വലിപ്പിച്ചുകൊണ്ട് അത് നേടാനാണ് ഉറുദുഖാൻ ശ്രമിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലും നമ്മുടെ BJP-യുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനിൽ വോട്ട് കിട്ടാൻ പറ്റിയ ഏറ്റവും നല്ല വഴി മതപരമായ വികാരങ്ങൾ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. അതുകൊണ്ട് മോഹൻ ഭാഗവത് പറഞ്ഞ ഈ കാര്യങ്ങൾ BJP-യിലെ നേതാക്കന്മാരോ RSS-ലെ നേതാക്കന്മാരോ വിശ്വ ഹിന്ദു പരിഷത്തുകാരോ അംഗീകരിക്കും എന്ന് കരുതാൻ തൽക്കാലം ഞാൻ ന്യായം കാണുന്നില്ല. പക്ഷേ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾക്ക് ഇതൊരു വലിയ മൈലേജ് അല്ലേ കിട്ടുന്നത്? കാരണം ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ മോദി ഭരണകൂടത്തെ മതഭീകരത അല്ലെങ്കിൽ ഫാസിസം, ഭരണകൂട ഭീകരത, ഹിന്ദുത്വ രാഷ്ട്രം എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരു മറുപടി കൂടിയല്ലേ ഈ മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രസ്താവന? പക്ഷെ മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന തീർച്ചയായിട്ടും മറുപടിയാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ BJP എന്ന പാർട്ടിക്ക് സാധിക്കുമോ എന്നതാണ് പ്രശ്നം. ഇത്തരം പാർട്ടിക്ക്, മുസ്ലിം ലീഗ് പോലുള്ളൊരു പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം മതവികാരം കൂടിയേ തീരൂ. ഈ വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പാർട്ടിയെ നമ്മൾ വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മതവികാരത്തിൻ്റെയോ സമുദായ വികാരത്തിൻ്റെയോ പിൻബലമില്ലാതെ നിൽക്കാൻ കഴിയാത്ത പാർട്ടി. അതാണ് ഒരു വർഗീയ പാർട്ടി. ഇപ്പൊ BJP എന്ന് പറയുന്ന ആ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഹിന്ദു മതവികാരവും ഹിന്ദു സമൂഹ വികാരവും അല്ലെങ്കിൽ സമുദായ വികാരവും വേണം. അത് എടുത്തു കളഞ്ഞു നോക്കുക. പിന്നെ BJP ഉണ്ട്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ നിന്ന് ഇസ്ലാം മതവികാരവും മുസ്ലിം സമുദായ വികാരവും മാറ്റി നിർത്തി നോക്കുക. പിന്നെ മുസ്ലിം ലീഗ് ഉണ്ടോ? ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. പക്ഷെ RSS-ന്റെ ഒരു നിയന്ത്രണം ഉണ്ടല്ലോ BJP-ക്ക്. അത് അവരുടെ ഒരു സംവിധാനം അത്തരത്തിലാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രാവർത്തികമാക്കേണ്ടി വരും. അത്ര അധികം സ്വാധീനം ചെലുത്താൻ മോഹൻ ഭാഗവത് എന്ന നേതാവിന് RSS-ലും കഴിയണം, BJP-യിലും കഴിയണം. അത് കഴിയുമോ എന്നതാണ് ചോദ്യം. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ BJP മറ്റൊരു കോൺഗ്രസ്സായി മാറും. കോൺഗ്രസും BJP-യും തമ്മിൽ വ്യത്യാസമില്ലാതായി തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.